ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ Sn 4n² - 3n തന്നിട്ടുണ്ട്. ആദ്യപദം എത്രയാണ്, പൊതുവ്യത്യാസം എത്രയാണ്, n-ാം പദം എത്രയാണ്, മൂന്നെണ്ണം കണ്ടുപിടിക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. അപ്പോൾ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ ഇത് കണ്ടുപിടിക്കാനും പറയാം. അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ Sn എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഈ നൊട്ടേഷനൊക്കെ അറിഞ്ഞു വയ്ക്കുക. ഈ ഒരു ഇങ്ങനെ എഴുതണമൊക്കെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ആദ്യപദം കാണാമെന്നുള്ളത് ഇത് മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് Snൽ നിന്ന് ആദ്യപദം കാണാം, പൊതുവ്യത്യാസം കാണാം. ഇതാണ് നമ്മൾ മെറ്റീരിയലിൽ കൊടുത്ത സംഗതി. Sn an² + bn ഈ രൂപത്തിലാണെങ്കിൽ ഒരു n² ഭാഗം ഉണ്ടാവും, ഒരു n ഭാഗം ഉണ്ടാവും. an² + bn എന്ന രൂപത്തിലാണെങ്കിൽ ആദ്യപദം f എന്ന് പറഞ്ഞാൽ a + b ആയിരിക്കും. n² കൂടെയുള്ള നമ്പർ പ്ലസ് എൻ്റെ കൂടെയുള്ള നമ്പർ അതായിരിക്കും ആദ്യപദം. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² കൂടെയുള്ള നമ്പർ a അതിൻ്റെ ഇരട്ടി 2a ആയിരിക്കും d. അതിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ an² + bn എന്നുള്ള രൂപത്തിൽ n² കൂടെയുള്ള സംഖ്യ ഏതാണ്, 4. n-ൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണ്, -3. അപ്പോൾ 4 - 3 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി 1. ഇത്രയേ ഉള്ളൂ. ഓക്കെ, n² കൂടെയുള്ള സംഖ്യ എഴുതി, n-ൻ്റെ കൂടെയുള്ള സംഖ്യ എഴുതി. അതെന്താ കൂട്ടലാണ് കുറയ്ക്കലാണ് വെച്ചാൽ അത് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത d കാണണം. d എന്ന് പറഞ്ഞാൽ 2a, അതായത് a എന്ന് പറഞ്ഞാൽ n² കൂടെയുള്ള നമ്പർ ഏതാണോ അതിൻ്റെ ഇരട്ടി. അപ്പോൾ n² കൂടെ 4 ആയിരുന്നു. അപ്പോൾ 2 × 2 × 4 8. ഇത്രയേ ഉള്ളൂ ആദ്യപദവും പൊതുവ്യത്യാസം കാണാനുള്ള പണി. അപ്പോൾ Snൽ നിന്ന് കാണാൻ എളുപ്പമാണ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് n-ാം പദം അല്ലെങ്കിൽ xn. xn എന്ന് പറഞ്ഞാൽ തന്നെയാണ് n-ാം പദം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം dn + f - d. d അറിയാലോ, d എത്രയാണ്, 8. n മാറ്റരുത്, പ്ലസ് f എന്ന് പറഞ്ഞാൽ 1, അഗെയിൻ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പം 8n + 1 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 ആണ്. അപ്പോൾ 8n - 7 ആയിരിക്കും n-ാം പദം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് മറക്കണ്ട. Snൽ നിന്ന് ആദ്യപദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ പഠിച്ചു. എന്നിട്ട് പിന്നെ സാധാരണ പോലെ n-ാം പദം എഴുതാനും.